നോമ്പ് നോമ്പ് വലിയ നോമ്പ് നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറി യാഗമായി ഓർത്തിടാമീ നോമ്പതിൽ പാപത്തെ വെറുത്തിടാം പുണ്യപാതെ പോയിടാം നന്മകൾ ശീലിച്ചിടാം യേശു മക്കളായിടാം നോമ്പ് നോമ്പ് വലിയ നോമ്പ് 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 വലിയ നോമ്പ്. റോമാക്കാർ 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഈ 50 നോയമ്പിൻ്റെ ഒരാഴ്ചക്കാലം പിന്നിട്ടിരിക്കുന്ന നമ്മൾ നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മത്സ്യമാംസാദികൾ വർദ്ധിച്ചുകൊണ്ട് ഈശോയുടെ പാതയിലേക്ക് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പീഡാനുഭവ നാളുകളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കും. ഈശോയുടെ ഉദാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെയും തന്നെ തള്ളിപ്പറഞ്ഞവനെയും എല്ലാം ഒരേ കണ്ണുകളും ഒരേ ഹൃദയത്തോടെ സ്നേഹിച്ച് ഈശോയെ പോലെ സ്നേഹിക്കുവാൻ നമുക്കുമായിരിക്കണം. നമുക്കൊരിക്കലും നമ്മെപ്പോലുള്ള മനുഷ്യർക്കത് സാധിക്കുകയില്ല. ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് അറിയാമായിരുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന്. പക്ഷേ ഈശോ യൂദാസിൻ്റെയും കാലുകൾ കഴുകി ചുംബിച്ചുകൊണ്ടാണ് അന്ത്യത്താഴവേളയിൽ തൻ്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മുറിച്ചു കൊടുത്തത്. ഈശോയെ പോലെ നമുക്കും അവിടുത്തെ പീഡാനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പീഡാനുഭവ കാലത്ത് ഈശോയ്ക്കുണ്ടായ ആ സഹന ജീവിതത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോയുടെ 2 കരങ്ങളും അവർ പുറകോട്ട് കെട്ടിക്കൊണ്ട് തലയിൽ മുൾമുടി കൂർത്ത മുള്ളുകളുള്ള മുൾമുടി വെച്ചുകൊണ്ട് ഈശോയെ അവർ പീഡിപ്പിച്ച രംഗം നമുക്ക് ഓർക്കാം. അവിടുത്തെ ചമ്മട്ടിയടിയേറ്റ് അവിടുന്ന് മറിഞ്ഞു വീണപ്പോൾ പുറകിൽ കൈകെട്ടിയ ഈശോയ്ക്ക് ഒന്ന് പിടഞ്ഞ് എണീക്കാൻ പോലും സാധിച്ചില്ല. അത് കണ്ട് പട്ടാൾക്കാർ പരിഹസിച്ചു. നമുക്കൊന്ന് ഓർക്കാം, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ആ വ്യക്തികളെ അംഗീകരിക്കുവാനോ സ്നേഹിക്കാനോ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ ഓർക്കുക, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വേദനിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം അവരെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും വെക്കാതെ ഈശോയുടെ ആ പീഡാസനങ്ങൾ മുൾമുടി അണിഞ്ഞ് ഈശോ കരങ്ങൾ 2 പുറകിലേക്ക് കെട്ടി മറിഞ്ഞു വീണപ്പോൾ ഉണ്ടായ ആ വിഷമതകളോട് ചേർത്ത് വെച്ച് ആരും അറിയപ്പെടാത്ത ഈശോയുടെ ഭാരമുള്ള കുരിശുമെന്ന് തോളിലേറ്റ മുറിവിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ഓരോ വേദനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഏറ്റവും വിഷമിപ്പിച്ചവർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സമർപ്പിച്ച് ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥിക്കാം. ഈ മാർച്ച് മാസമായതുകൊണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ ഉണ്ണി ഈശോയെ കരങ്ങളിലെന്തി ഹെറോദോസിൻ്റെ വാളിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈശോയെ നമ്മുടെ ഇടവകയെ എല്ലാ കുടുംബങ്ങളെയും യോസേപ്പ് പിതാവെ ഉണ്ണീശോയെ കരുതിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നോയമ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നോമ്പ് നോമ്പ് വലിയ നോമ്പ് നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറി യാഗമായി ഓർത്തിടാമീ നോമ്പതിൽ പാപത്തെ വെറുത്തിടാം പുണ്യപാതെ പോയിടാം നന്മകൾ ശീലിച്ചിടാം യേശു മക്കളായിടാം നോമ്പ് നോമ്പ് വലിയ നോമ്പ്